ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈ കാണുന്നത് കുറഞ്ഞതൊരു 10 മിനിറ്റ് കൊണ്ടേ നല്ല ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു സാലഡ്. ഇനിത് എനിക്ക് മാത്രമല്ല, ജോലിക്ക് പോകുന്നവർക്കും അല്ലാത്തവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ രാവിലത്തെ സമയം ഉണ്ടായി കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ നോക്കല്ലേ. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഉണ്ടല്ലോ, തലേ തന്നെ ബ്രൊക്കോളിയൊക്കെ മേടിച്ച് സെറ്റപ്പാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് ഇതാ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടേ കുറച്ച് ഉപ്പും കുറച്ച് ചൂടുവെള്ളത്തോടെ ചേർത്തിട്ട് കുറച്ച് നേരം അങ്ങോട്ട് വെച്ചോളൂ കേട്ടോ. അതിന് ശേഷം നന്നായിട്ടാണ് കഴുകി വാരി ഊറ്റി മാറ്റി വെച്ച് കൊടുക്കണേ. ഇനി ഒരു പാനിലോട്ടെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമ്മൾ ഈ ശർക്കര വരട്ടിക്ക് കട്ട് ചെയ്യില്ലേ, കട്ടിയിൽ ചെറുക്കണിച്ചിട്ട് അതേപോലെ ഒരു ക്യാരറ്റ് അങ്ങോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ആ ഒരു ബ്രൊക്കോളിയോടെ ചേർത്തിട്ട് പിന്നെ ഒന്നാണ്ട് വഴറ്റി കൊടുത്തോളൂ കേട്ടോ. ഈ ബ്രൊക്കോളി ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് ഇതിന് ആവശ്യമുള്ള ഉപ്പും കുരുമുളകിൻ്റെ പൊടിയോടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ആ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കണേ. ഇനി അതേ പാനിലോട്ട് തന്നെ ഉണ്ടല്ലോ കുറച്ചും കൂടെ ബട്ടർ ചേർത്തിട്ട് 2 കോഴിമുട്ട, നോട്ട് ദ പോയിന്റ്, ഒരെണ്ണം പൊട്ടിയതും ഒരെണ്ണം പൊട്ടാത്തതും തന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ അത് ശരിയാവില്ല. ഇനി ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ആവശ്യമുള്ള ഉപ്പും കുരുമുളകിൻ്റെ പൊടിയോട് ചേർത്തിട്ട് ബുൾസൈ അല്ലാട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് ചിക്കി എടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടെ ഒരു സൈഡ് അങ്ങോട്ട് റെഡി ആകുമ്പോൾ മറിച്ചിട്ടിട്ട് മാത്രം അങ്ങോട്ട് ചിക്കി എടുത്താൽ മതി. അപ്പോഴാണ് അത്യാവശ്യം ഇതേപോലെ ഇങ്ങനെ വലിയ പീസുകളായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ആ ഒരു ക്യാരറ്റും ബ്രൊക്കോളിയും അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ആ മുട്ട ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ അത്രേ ഉള്ളൂ, നമ്മളുടെ സാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിന്നറായിട്ട് കഴിക്കാം, ലഞ്ചിന് വേണമെന്നുള്ളവർക്ക് ഇതൊക്കെ കഴിക്കാം. പിന്നെ ഇത് ഇങ്ങനെ കഴിക്കാനും നല്ലതാണ്.